ഹലോ ഗൈസ്, ഇന്ന് വ്യത്യസ്തമായിട്ട് ഇൻട്രോ പറയാൻ പോകുന്നത് നമ്മുടെ അപ്പു ആണ്. പറയണ നമ്മൾ ഇന്ന് ചീനി ഇടാൻ പോവുകയാണ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതാദ്യം പറയണം. പറ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് നമ്മൾ ഇന്നലെ കളഞ്ഞുപോയ ത്യാഗരാജന്റെ മോൻ തരുൺ കുക്കു വന്നിട്ടുണ്ട്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ചീനിയാണ്. ചേനയിൽ നിന്നും കപ്പയിൽ നിന്നും മാറി ചീനിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏകദേശം അത് നമുക്ക് ത്യാഗമാവന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം എന്താണ് ഈ ചീനിയിലൂടെ പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, നമ്മളെ കൃഷിക്കാരൻ ത്യാഗരാജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ത്യാഗരാജൻ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ട് ചീനിയിൽ താണ്ട മൂട്ടിൽ എന്തൊക്കെയോ വെട്ടി വെച്ചിട്ടുണ്ട്. എന്താണ് മാമ ഈ ചീനി കമ്പൗണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തമായിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് വെട്ടിടുന്നത് 2 തട്ട് ചീനി പിടിക്കാനാണ്. 2 തട്ട് ചീനിയോ? 2 തട്ടായിട്ട് ചീനി പിടിക്കും. 2 തട്ടായിട്ട് ചീനി പിടിക്കും. ഈ അറിവ് മാമൻ എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് പഠിച്ചതാ ഞാൻ. എങ്ങനെ പഠിച്ചു? എവിടുന്ന് പഠിച്ച്? ഓരോന്ന് കണ്ടുപിടിച്ച്. ഗായ്സ്, ഇദ്ദേഹം ഒരു സയന്റിസ്റ്റും കൂടിയാണ്. പുതുതായിട്ട് കണ്ടുപിടിച്ചതാണ്ടെ. ഇത് നമ്മുടെ ഇന്നലെ നമ്മൾ കാണിക്കാന്ന് പറഞ്ഞ അല്ലിക്കുട്ടിയാണ്. അല്ലി ഹായ് പറ. അല്ലി, എല്ലാവർക്കും ഒരു ഹായ് പറ. ഹായ്. രാവിലെ തന്നെ മാങ്ങ മേടിക്കാനായിട്ട് നമ്മളെ അമ്പിയമ്മ വന്നിട്ടുണ്ട്. ഓടിക്കളഞ്ഞു ഗൈസ്. ഇതാണ് തരുൺ. എല്ലാവർക്കും ഒരു ഹായ് കൊടുക്ക്. ഹായ്. വീട്ടിൽ ഞങ്ങൾ കുക്കു എന്നാണ് വിളിക്കുന്നത്. ഇവനാണ് അച്ഛനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവനെ കൊണ്ട് ഇത്രയും മൂട്, എത്ര മൂടുണ്ട് മാമ? അത് 40 മൂട് ചീനി ഇവനെ കൊണ്ട് ഇന്ന് വെപ്പിക്കും. മാമ ഇതെന്തിനാ മാമ ഇങ്ങനെ അടുക്കി വെക്കുന്നേ? കെട്ടി അങ്ങോട്ട് വെച്ചിട്ടേ വെള്ളത്തിനകത്ത് ഇറക്കി വെക്കും. വെള്ളം കിടക്കുന്നതിനകത്ത്. അന്നേരം ഇതിന് വേര് പിടിക്കും. വേര് പിടിക്കുമ്പോഴാണ് നമ്മൾ നടുന്നത്. ആ പ്രോസസ്സൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ മൊത്തത്തിലായിട്ട് കാണിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. കൃഷിയുടെ വ്യത്യസ്തമായ രീതിയിലൂടെയാണ് ത്യാഗരാജൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ അല്ലി ഇവിടെ എന്തൊക്കെയാണ് കിടന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണല്ലേ? രാവിലെ ഹായ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അല്ലിയുടെ വക ഹായ് ഉണ്ട് ഗൈസ്. നമ്മളെ പ്രേക്ഷകർക്ക് ഒരു ഫ്ലൈങ് കിസ് കൊടു. ഇല്ല ഗൈസ്, അല്ലി ഫ്ലൈങ് കിസ് അടിക്കാനുള്ള മൂഡിലല്ല ഗൈസ്. ഒരു ഫ്ലൈങ് കിസ്. നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ്. ഫ്ലൈൻ കിസ് ഇട്ടിരിക്കണം. അല്ലി അപൂർവമായിട്ട് മാത്രമേ അല്ലി ഫ്ലൈൻ കിസ് കൊടുക്കാറുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇന്നലെ വ്ലോഗിൽ കണ്ട ആൾക്കാരാണ്. ഇന്ന് പണിയൊന്നുമില്ല. ഇന്ന് ചക്കയൊന്നുമില്ലേ? ചക്കയില്ല. മാങ്ങയ്ക്ക് വേണ്ടി അമ്പിയമ്മ അവിടെ നിൽപ്പുണ്ട്. കണ്ണനും വന്നിട്ടുണ്ട്. ഏത് ടൈപ്പ് മാങ്ങയാടാ നിനക്ക് വേണ്ടുന്നേ? നമ്മുടെ ചീനിയൊക്കെ താണ്ട കൂട്ടിക്കെട്ടി സെറ്റാക്കി വെക്കുകയാണ്. നമ്മളെ ചീനി താണ്ട കെട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. തരുൺരാജാണ് ഇത് കെട്ടിയത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താണ് ഈ ഒരു ഐഡിയ അച്ഛൻ ചെയ്തതിൽ എന്താണ് അഭിപ്രായം? ഇതിനു മുമ്പ് താങ്കൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതിനു മുന്നേ നമ്മള് സാധാരണ നടന്ന രീതിയിൽ തന്നെ നട്ടിട്ടുള്ളത്. ഇതിപ്പോ ഇങ്ങനെ ലെയർ വെച്ചിട്ട് നടന്നത് ആദ്യമായിട്ടാണ്. അതെ, ഞാനും ഇത് ആദ്യമായിട്ടാണ്. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ത്യാഗമാവൻ പറയുന്നത് ഇത് ഭയങ്കരമായിട്ട് അതെന്തു പറഞ്ഞ 300 മൂട് വെക്കുന്നതിന് അങ്ങനെ ഒരു ഡയലോഗ്. 300 വീട് വെക്കുന്നതും ഇത് 40 മൂട് വെക്കുന്നതും തുല്യം. അപ്പൊ തങ്കം മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ മാങ്ങ എല്ലാവരെയും ഒന്ന് കാണിക്കും. മാങ്ങ പറിക്കുന്ന വീഡിയോ എടുക്കാൻ നമുക്ക് ടൈം കിട്ടിയില്ല ഗൈസ്. ഒന്ന് കാണിക്കൂ. ഓക്കെ, ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മാങ്ങ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാൽ മതി. ത്യാഗരാജൻ താരാപവൻ നെടുമന ഈ വീട്ടിൽ വന്നാൽ മതി. എല്ലാവർക്കും ഫ്രീ. പൈസ ഒന്നും തരണ്ട, എല്ലാവർക്കും ഫ്രീ. ഇനി അടുത്ത ഘട്ടമായിട്ട് നമുക്ക് താണ്ട ചീനിയിൽ വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ പ്രോസസ്സൊക്കെ നിങ്ങൾ കണ്ട് പഠിക്കുക. ഈ ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും വേറൊരു യൂട്യൂബ് ചാനലിൽ ഇത് കണക്കത്തെ ഒരു വീഡിയോ വരുത്തില്ല. ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് അച്ഛനും മോനും മേടിക്കുമെന്നാണ് പറയുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് തരുൺരാജിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നലെ കൃഷി ചെയ്ത സ്ഥലത്തോട്ട് പോയി നോക്കാം ഗൈസ്. എങ്ങനെയുണ്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളും. ഇന്നലെ അവർ പുതുതായിട്ട് ചീരത്തൈയൊക്കെ നട്ടെന്ന് പറയുന്നു. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇന്നലെ ഇട്ട കരിയിലൊക്കെ ഫുള്ള് ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നോക്കാം.
കൊള്ളാം ഗൈസ്, ഇത് വളരെ അടിപൊളിയായിട്ട്. ഇന്ന് രാവിലെ വെള്ളം ഒഴിപ്പൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. വെള്ളം ഒഴിപ്പ് കഴിഞ്ഞു ഇന്നത്തെ വെള്ളം ഒഴിപ്പൊക്കെ കഴിഞ്ഞ്. ചീര വാവിയൊക്കെയാണ് ചീര. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ ആണ്ട് ഓല വാവിയൊക്കെയാണ്. ഇതിൻ്റെ ഉപയോഗം എന്തുവാ ഓല വാവി വെക്കുന്നതിൻ്റെ? നേരിയ സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ ഓല. ഓക്കെ 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 ഓക്കെ. ഇതെന്തുവാ ഗൈസ്? ഇത് തക്കാളി, വഴുതനങ്ങ, വെണ്ടയ്ക്ക തുടങ്ങിയ ഐറ്റങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് ഇതിലെ കൂടെ നടക്കാൻ പോലും പറ്റത്തില്ല ഗൈസ്. ഇതിനകത്ത് ഇവരെങ്ങനെ വെള്ളം ഒഴിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ചവിട്ടുന്നിടത്തെല്ലാം വിത്താണ് ഗൈസ്. ഗൈസ് നിങ്ങൾ തന്നെ നോക്ക് നല്ല പച്ചപ്പുള്ള സ്ഥലം. കുരുമുളക്, ദാണ്ട ചക്ക, മാങ്ങ, തേങ്ങ, കരിയാപ്പില എല്ലാം ഉണ്ട്, മാവ് എല്ലാം ഉണ്ട് ഗൈസ്. ഇത് നമ്മുടെ കർഷകൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കർഷകനാണ്. കുരുമുളകിൻ്റെ തൈ വളർത്താൻ വേണ്ടിയിട്ട് മാത്രം 50 മൂട് മഹാഗണി നട്ട വ്യക്തിയാണ് നമ്മുടെ ത്യാഗരാജൻ. ഗൈസ് അയൽക്കൂട്ടം പെണ്ണുങ്ങളാണ് ഇപ്പോൾ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങോട്ട് പോവാണ് ഗൈസ്? അതെ ഗൈസ്, നമ്മൾ അല്ലി ഇന്നലെ ഉറക്കമായിരുന്നു. പക്ഷെ ഇന്ന് അല്ലി വന്നിട്ട് കുറെ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് മെഴുകുകയാണ് ഗൈസ്. 2 ക്യൂട്ട്നെസ് ഇട് അല്ലി. കണ്ട കാണിക്ക, 2 ക്യൂട്ട്നെസ് ഇട്. കാണിക്കങ്ങോട്ട് ഗൈസ്. അല്ലി ഒരു പ്രത്യേക സ്വഭാവമാണ് ഗൈസ്. അവർക്ക് എപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലി. വാവ്, അമ്പാട്ടിയൊക്കെ തൊഴുക അറിയാം കൊച്ചിന്. ഒരു ഫ്ലൈങ് കിസ്. അത്താ കണ്ടോ, ഞങ്ങൾക്ക് ഫോണൊക്കെ വിളിക്കാൻ അറിയാം. ഞങ്ങൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ചീനിയുടെ തണ്ട് ഇവിടെ നമ്മൾ മണ്ണിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. മണ്ണിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേര് കുരുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇങ്ങനെ ഏകദേശം എത്ര ദിവസം കൊണ്ട് നമുക്ക് അതിനകത്ത് വേര് കുരുക്കും? ഒരു 4 ദിവസം കൊണ്ട് വേര് വരും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് എവിടെ നടാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? അവിടുത്തെ പുരയിടത്ത്. ഏത് പുരയിടം? മേലത്തെ പുരയിടം. മേലത്തെ പുരയിടം ഞങ്ങളാണ് ഗൈസ്. ആ 1 ഏക്കറിനകത്ത് നമ്മളത് ഫുള്ള്. ഇത് നമുക്ക് കുറച്ചല്ലേ ഉള്ളു. നമുക്ക് ആകെ അതൊരു 4 എത്ര എണ്ണം ഉണ്ടോ? എത്ര മൂടുണ്ടത്? അത് കുറച്ചേ ഉള്ളു. കുറച്ച് വെട്ടണം. ഇനി വെട്ടാൻ കിടക്കില്ലേ? വെട്ടാൻ കിടക്കുകയാണ്. നമുക്ക് അതിന്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉടനെ ഇടുന്നതായിരിക്കും ഗായ്സ്. അത് അതിമനോഹരമായ ചൂട് കഞ്ഞി കപ്പ പുഴുകും വന്നിരിക്കുകയാണ്. കപ്പയല്ല, ഇന്നലത്തെ ചക്കയാണ് ഗൈസ്. ഇന്ന് വേവിച്ച ചക്കയാണ് ഗൈസ്. ഇവിടെ എന്നും ചക്കയുണ്ട് ഗൈസ്.